ഹലോ. അപ്പോൾ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. രാവിലെ വെയിലും മഴ എല്ലാം കൂടെ ആട്ടോ. ഞാനും പിന്നെ സുമാളും കൂടെ രാവിലെ തന്നെ നമ്മുടെ വീടിന് തൊട്ടടുത്തൊരു കടയുണ്ട്. അത്യാവശ്യം എല്ലാ സാധനങ്ങളുണ്ട്. പെട്ടെന്ന് പോയി വാങ്ങിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇതാണ്ട് ഞങ്ങൾ ലുലു മാൾ ചുമ്മാറിനാട്ടോ. അത്യാവശ്യം എല്ലാ സാധനമുണ്ട്. എൻ്റെ കൈയുടെ കൂടി കുഞ്ഞിക്കൈയാണ് എൻ്റെ പൊന്നൂട്ടിൻ്റെ ആട്ടോ മിഠായിക്ക് വേണ്ടി പിടി കൂടുന്നതാണ്. ഇന്ന് ഞായറാഴ്ച ആയിട്ട് നമ്മളൊരു ചൂരക്കുടനെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. നീ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. ഇന്ന് അമ്മയോട് കേട്ടോ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ എനിക്ക് ഈ വലിയ മീൻ വെട്ടാൻ അറിഞ്ഞൂടാ. അപ്പോൾ അവരാണ് അത് റെഡിയാക്കിയത്. അപ്പോൾ അവളും അമ്മയും കൂടെ അത് ക്ലീൻ ആക്കുന്നുണ്ട്. അവളത് മുറിച്ച് സെറ്റപ്പൊക്കെ ആക്കുക. ഞാൻ കുറച്ച് ഉപ്പെടുത്ത് കൊടുത്ത് വെള്ളം എടുത്ത് കൊടുത്തോക്കുള്ളൂ കേട്ടോ. അങ്ങനെ എൻ്റെ മേൽനോട്ടം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവരെന്നോട് അത് സെറ്റപ്പാക്കി എടുത്തത്. ഇത് ഇലക്കകത്ത് വെച്ചിരുന്ന മീൻ്റെ തലയാണ് കേട്ടോ. അത് ഞാൻ കറി വെക്കാമെന്ന് പറഞ്ഞ് എടുത്ത് അവളെ കൂടി ക്ലീൻ വെപ്പിച്ചാണ്. അപ്പോൾ നമ്മുടെ ചൂരക്കട്ട റെഡി ആയിട്ടുണ്ട്. അമ്മ ദേ ഇവിടെ നിന്ന് അതിന് ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. വറക്കാൻ നമ്മൾ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ഇപ്പോൾ നമ്മൾ മൂന്നൊരു ചായയൊക്കെ കുടിച്ചിരിക്കുക കേട്ടോ. ചേട്ടാ ഇവിടെ ഇല്ലായിരുന്നു. ചേട്ടാ ഈ മീൻ പിടിക്കാൻ പോയിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നൊരു ചായയൊക്കെ കുടിച്ച് കപ്പവർക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിരിക്കുമായിരുന്നു. നമ്മുടെ പൊന്നൂട്ടി ഇവിടെ ഒരു ബിസ്ക്കറ്റും പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ കോപ്പറാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ വന്നപ്പോൾ അമ്മ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് അമ്പലത്തിൽ കൂടെ കേട്ട പതി കേൾക്കാത്ത പതി ഞങ്ങൾ രണ്ടും കൂടെ റെഡി ആയിട്ടോ. പൊന്നൂട്ടിനെ കൊണ്ടുപോയില്ല. അവളെ കൂടെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് സമയം പോകും. അതുകൊണ്ട് പൊന്നൂട്ടിക്ക് ഒരു ടാറ്റയും പറഞ്ഞു ഞങ്ങളങ്ങ് സ്കൂട്ടായി. പൊന്നൂസിൻ്റെ ഇരിപ്പ് നോട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നോട്ട് കൊണ്ടുവന്നിട്ട് കാര്യയുടെ അടുത്ത അമ്പലം. പക്ഷേ പൊന്നൂസിനെ കൂടെ ഒരുക്കി വരുമ്പോഴത്തേക്ക് സമയം പോകും. പിന്നെ അതുകൊണ്ട് ഞാൻ അവളോട് പോയി കുറച്ച് നേരത്തെ കേസല്ലേ ഉള്ളൂ, സാരമില്ലാന്ന് വെച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ തോപ്രാംകുടിയിലെ മുത്തപ്പൻ പള്ളി. ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന ഒരു പള്ളിയായിട്ട്. ബുധനാഴ്ച ദിവസങ്ങളിലൂടെ ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. നമ്മൾ പോകണ വഴിക്ക് വേണ്ടിയിട്ടത്. അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് കാണിക്കാൻ മാത്രം ഒന്നുമില്ല. എന്നാന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ പണി നടക്കുവാണ്. ഒരു അയ്യപ്പക്ഷേത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളി അമ്പലമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ തൊഴുതിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ. നമ്മളിപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് മുത്തപ്പൻ്റെ അടുത്ത് കയറി നേർച്ചയ്ക്കിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത് കേട്ടോ. യൂസിബിതാവിൻ്റെ പള്ളിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.